ഹലോ യൂട്യൂബ്. ഇപ്പം ചെയ്യാൻ പോകുന്നൊരു ചെറിയൊരു വീഡിയോ ആണ്. എൻ്റെ തന്നെ 390 ഡ്യൂക്ക് 390യുടെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ എന്ന് പറയാം. നമ്മളത്ര എക്സ്പെർട്ടൊന്നുമല്ല, എന്നാലും ചെറിയൊരു വീഡിയോ. വണ്ടി ഇപ്പോൾ ഇറക്കിയിട്ട് 1 വീക്കേ ആവുന്നുള്ളൂ. ജസ്റ്റ് 200 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ ഒരു പൊസിഷനാണ് വണ്ടി കാണാനായിട്ട് ഭംഗി. വണ്ടി കാണുമ്പോൾ നമുക്കൊരു ചെറിയ വണ്ടിയായിട്ട് തോന്നുമെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള വണ്ടി തന്നെയാണ് കേട്ടോ. ഇങ്ങനെ വീഡിയോ ഫോട്ടോസ് കാണുമ്പോഴത്തേക്ക് ചെറിയൊരു കുഞ്ഞൻ ബൈക്ക് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അല്ല, നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേക്കും വണ്ടിയുടെ ഷോറൂമിൽ കണ്ടാലും ചെറിയ വണ്ടിയായിട്ട് ഫീൽ ചെയ്യും. കാരണം അവിടെ അത്രയും വണ്ടി ഉള്ളത് കാരണം ഒരു ചെറിയ വണ്ടി പോലെ ഫീൽ ചെയ്യും. ഇതിപ്പം എനിക്ക് ഇതിൻ്റെ എല്ലാ സൈഡിൽ നോക്കിയാലും വണ്ടി നല്ല ലുക്ക് തന്നെയാണ്. ഇപ്പോഴും സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ്. ഞാൻ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒന്നും ആഡ് ചെയ്യാനായിട്ടുള്ളൊരു പ്ലാനിങ് ഇല്ല. പക്ഷേ എനിക്കൊരു ഇതിനകത്തൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചാൽ മിസ്റ്റേക്കല്ല, ഷോറൂമിൽ നിന്ന് അവർ എനിക്ക് തന്നൊരു പണിയായിട്ട് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇതിനകത്തൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ക്രൂസ് കൺട്രോള്, പിന്നെ ഈ ടെക്ക് വൈസ് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ വെർഷൻ, അതായത് 2025 മാർച്ച് ലേറ്ററാണ് അതിൻ്റെ ഒരു അപ്ഡേഷൻ വന്നത്. ഞാൻ 1 മന്തായിട്ട് ഈ വണ്ടിയുടെ പുറകെയാണ്. ലാസ്റ്റ് മന്ത് വണ്ടി ബുക്ക് ചെയ്ത സമയത്ത് ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്തെങ്കിലും പുതിയ അപ്ഡേഷൻ വരുന്നുണ്ടോ. പക്ഷേ അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു നോളജോ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി. പക്ഷേ ഞാൻ പുറത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ചും ഞാൻ മിക്കപ്പോഴും വണ്ടിയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കും, പുതിയ അപ്ഡേഷൻ വല്ലതും ഉണ്ടോ. പക്ഷേ ഞാൻ ട്രാവൽ ചെയ്ത സമയത്താണ് ഈ ഒരു അപ്ഡേഷൻ വന്നതും എനിക്കതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടാണ്ട് പോയി. വണ്ടി ഞാൻ ബുക്ക് ചെയ്തല്ല, വണ്ടി ഫുൾ പേയ്മെൻറ്റ് ചെയ്തു. 12th പേയ്മെൻറ്റ് ചെയ്തതും 13th വണ്ടി ഡെലിവറി എടുത്തു. പക്ഷേ അന്ന് നൈറ്റാണ് ഞാൻ KTMൻ്റെ സൈറ്റിലും യാദൃശ്ചികമായിട്ട് ഗൂഗിൾ അതിനകത്തൊരു ന്യൂസ് ഹെഡ്ലൈൻ പോലെ കണ്ട് ഞാൻ അപ്പം തന്നെ ഇവരെ കോണ്ടാക്ട് ചെയ്തു. ഇപ്പം അതിൻ്റെ ചെറിയൊരു കംപ്ലൈൻറ്റും ഫൈറ്റും പോലെ നടന്നുകൊണ്ട് നിൽക്കുവാണ്. അവർ തന്നെ എനിക്ക് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ KTM ഇന്ത്യയായിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അവരെനിക്കത് പുതിയ അപ്ഡേഷൻ ക്രൂസ് കൺട്രോൾ എല്ലാം ആഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കുറച്ച് ഡിലേ ആവും, എന്നാലും അവർ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും സാധ്യമാവും, എപ്പോൾ നടക്കുമെന്നൊന്നും അറിയില്ല. ഓക്കെ, നോക്കാം. അതും ഞാൻ വഴിയെ അപ്ഡേറ്റ് ചെയ്യാം ഈ വീഡിയോയിൽ തന്നെ. എന്തായാലും അങ്ങനെ ഒരു മൈനസ് എനിക്ക് കൊല്ലം KTM ഡീലേഴ്സ് സൈഡിൽ നിന്ന് എനിക്ക് ഉണ്ടായി. അവരത് അറിയാതെ സംഭവിച്ചതാണോ അതോ ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും സെയിം പ്രൈസ് തന്നെയാണ്. ഇതിപ്പോൾ ഒരു 18,000 ഓഫർ പ്രൈസിലാണ് ഞാൻ വണ്ടി എടുത്തത്. പ്ലസ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ മീറ്റർ കൺസോൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസൊക്കെ വർക്ക് ആവണമെങ്കിൽ അതെല്ലാം ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ 1000 കിലോമീറ്റർ കഴിഞ്ഞാലേ അതെല്ലാം ആക്റ്റീവ് ആകത്തുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് എനിക്ക് 200 കിലോമീറ്ററേ ആവുന്നുള്ളൂ. അപ്പോൾ അത് കാരണം ഇനിയും ഒരു 800 കിലോമീറ്റർ ഓടിയാലേ ബാക്കിയുള്ള ലോഞ്ച് കൺട്രോൾ പ്ലസ് ഈ RPM അലേർട്ട്, ഒരു ലൈറ്റ് അലേർട്ട്, ബ്ലിങ്കിങ് അലേർട്ട് കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് 2-3 ഓപ്ഷൻസൊക്കെ ആക്റ്റീവ് ആവണമെങ്കിൽ 1000 കിലോമീറ്റർ പ്ലസ് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞാലേ അതെല്ലാം ആക്റ്റീവ് ആകത്തുള്ളൂ. അതിനി നോക്കണം. ആ 1000 കിലോമീറ്റർ ഞാനിപ്പോൾ ഈ തിരിച്ച് റിട്ടേൺ പോകുന്നതിന് മുമ്പായിട്ട് ഓടുമെന്നുള്ളത് അറിയില്ല. ഇതിപ്പോൾ ഓൾറെഡി എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എന്തൊക്കെയാണ് അപ്ഡേറ്റ്. ഇപ്പോൾ പുതിയ മോഡലിൽ കുറച്ചുകൂടെ റൈഡിങ് മോഡ് ആഡായിട്ടുണ്ട്. 2-3 റൈഡിങ് മോഡുകളൂടെ ആഡായിട്ടുണ്ടെന്ന് തോന്നുന്നു. റൈഡിങ് മോഡാണോ അതോ ABSൻ്റെ ഫംഗ്ഷൻ അങ്ങനെ എന്താണ്ടാണ് കുറച്ചുകൂടെ ആഡ് ആയിട്ടുണ്ട്. ഈ ഫ്രണ്ട് ലുക്ക് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഭീകര ടെർമിനേറ്റർ ലുക്കൊക്കെ ആൾക്കാർക്ക് തോന്നാം.
ഞാനൊരു നൈറ്റ് പിക്ക് എടുത്തപ്പോഴും ജസ്റ്റ് അതിനകത്തുള്ള ഐ നമുക്ക് കറക്റ്റ് വിഷ്വലായിട്ട് കാണാനായിട്ട് പറ്റും. ആ ഫോട്ടോ ഞാനത് അറ്റാച്ച് ചെയ്തേക്കാം. പിന്നെ വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ഒരുപാട് വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട് 390 Gen 3യെ കുറിച്ചുള്ളത്. മലയാളത്തിലും ഹിന്ദിയിലും എല്ലാത്തിലും ഒരുപാട് വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ടല്ലെങ്കിലും എൻ്റെ ഒരു യൂട്യൂബ് അപ്ഡേറ്റിന് വേണ്ടിയിട്ടായിട്ട് എടുക്കുന്നതാണ്. എന്തായാലും കണ്ടവർക്കെല്ലാം താങ്ക് യു. ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. എക്സോസ്റ്റ് നോട്ട് കൂടെ ഒന്ന് ആഡ് ചെയ്തേക്കാം. അത് സൗണ്ട് എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല, എന്നാലും നോക്കാം. എക്സോസ്റ്റ് നോട്ട് കൂടെ ഒന്ന് ആഡ് ചെയ്തേക്കാം. അത് സൗണ്ട് എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുമെന്നറിയില്ല, എന്നാലും നോക്കാം.